ഇന്ന് നിങ്ങൾക്കേ ഞാനൊരു അടിപൊളി ഒറ്റമൂലി പറഞ്ഞുതരാവേ. ഇതെന്താണെന്നറിയോ? എൻ്റെ അനുഭവമാണേ. 2 ദിവസമായിട്ട് ഞാനൊരു തമിഴ്നാട് യാത്ര ഉണ്ടായിരുന്നു, വെള്ളി ശനി. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ മുതൽ വയറിന് ഭയങ്കര പ്രശ്നം. ഗ്യാസ്, അവിടുത്തെ ഫുഡ് ഒക്കെ ഭയങ്കര ചൂടുമൊക്കെ അല്ലേ, എനിക്ക് പറ്റിയില്ല. അപ്പം പറ്റേ ക്ഷീണിതയായിരുന്നേ. അപ്പോൾ എനിക്ക് ലീലേച്ചി ഉണ്ടാക്കി തന്ന ഒരു മരുന്നാണിത് കേട്ടോ. ഭയങ്കര ഗുണമുള്ളൊരു മരുന്നാണ്. അത് ഞാൻ കുടിച്ചു. ഞാനൊന്ന് ശരിക്കും പറഞ്ഞൊന്ന് എഴുന്നേറ്റ് നിന്നത് അപ്പോഴാണ്. ഇതെന്താണെന്നുള്ളത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാവേ. വയറ് സംബന്ധമായ എല്ലാ അസുഖത്തിനും ഇത് പറ്റും. ലൂസ് മോഷൻ, അതുപോലെ തന്നെ ഗ്യാസ്, നെഞ്ചരിച്ചിൽ, അതുപോലെ ഇങ്ങനെ ഈ വോമിറ്റിംഗ് സെൻസേഷൻ, ഇതിനൊക്കെ പറ്റുന്ന ഒരു സൂപ്പർ ഒരു ഒറ്റമൂലിയാണ്. ഇത് ചേച്ചി ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. പിന്നെ എനിക്കൊരാവശ്യം വന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എനിക്ക് ഞാൻ ക്ഷീണിതയായപ്പോൾ എനിക്ക് ഉണ്ടാക്കി തന്നു. അത് ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരുവാണേ. എന്തായാലും നിങ്ങൾക്ക് അങ്ങനത്തെ അസ്വസ്ഥതയുള്ളവർ ഉണ്ടാക്കിക്കോ, കഴിച്ചോ, നല്ല ഗുണം കിട്ടും. അത് ഒരു ഉദാഹരണ ജാതൻ്റെ കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കാം, വായോ. ഒരു പാൻ എടുത്തേ, അതൊന്ന് സ്റ്റൗവൊക്കെ ഓൺ ചെയ്ത് പാൻ ചൂടാവട്ടെ. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ? ഇത് 1 ഗ്ലാസ് വെള്ളത്തിനുള്ള ഇൻഗ്രീഡിയൻസാണ്. ഇതാ വെളുത്തുള്ളി, 4 അല്ലി വെളുത്തുള്ളി, തൊലി അടക്കം, അതായത് മേളത്തെ ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചതച്ചെടുത്തതാണ്. 1 ഗ്ലാസ്സിന് 4 അല്ലിയെ. പിന്നെ ചായപ്പൊടിയാണ്. ഈ ചായപ്പൊടി ഒരു ഗ്ലാസ്സിന് ആവശ്യമുള്ളത് ഒരു 1/2 സ്പൂൺ വേണ്ട, 1/4 സ്പൂണിലും ഇച്ചിരി കൂടെ കൂടുതൽ. കാണിച്ചു തരാം. ഇതാ പാൻ ചൂടായിട്ടുണ്ട്. അപ്പം സ്റ്റൗവൊക്കെ അങ്ങ് തീ കുറച്ച് വെച്ചേക്കണേ. എന്നിട്ട് നമുക്ക് ഈ വെളുത്തുള്ളി എണ്ണ ഒന്നും ഒഴിക്കരുത് കേട്ടോ. ഈ പാനിലിട്ട് ഒന്നിങ്ങനെ വറുത്തെടുക്കാം. തീ അങ്ങ് കുറച്ച് വെച്ചിട്ട് വേണം. നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വരണം കേട്ടോ. ഈ സമയത്ത് കണ്ടോ വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ലൊക്കെ ഇങ്ങോട്ട് വരുവേ. ഈ സമയത്ത് നമ്മൾ കണ്ടോ കറക്റ്റ് 1/4 സ്പൂണിന് മേളിൽ ചായപ്പൊടി, അതും കൂടെ ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുവാണേ. ഇനി നമുക്ക് ഈ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഇത് നന്നായിട്ട് തിളച്ച് കേട്ടോ. തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്കിത് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ട് അരിച്ചെടുക്കണേ. 1 ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കണ്ടോ, നമ്മുടെ ഒറ്റമൂലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ കുടിക്കേണ്ടത് വലിയ ചൂടോടുകൂടിയല്ല, കുടിക്കാവുന്ന ചൂടിൽ അങ്ങോട്ട് നമുക്ക് പറ്റുന്ന ഒരു ചൂടില്ലേ, ആ ചൂടിന് വേണം കുടിക്കാൻ. കുടിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് തോന്നിയാൽ ഒറ്റ വലിക്ക് അങ്ങോട്ട് മൂക്കും പൊത്തി അങ്ങോട്ട് കുടിച്ചോളുക. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ടാണ് ശരിക്കും എനിക്കൊന്ന് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റിയത്. അത്ര ഞാൻ പെട്ടുപോയായിരുന്നു. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഫുഡിൻ്റെ ആണോ അതോ വെള്ളമോ ചൂടധികമായിട്ടോ എന്താണെന്നറിയത്തില്ല, എനിക്ക് പറ്റിയതാണ്. ഇപ്പം ഞാൻ അതിൻ്റെ ആ ഒരു ക്ഷീണം ഒന്ന് മാറി വരുന്നതേ ഉള്ളേ. അപ്പോൾ ഞാൻ കുടിച്ച് കാണിച്ചു തരാം. ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ കുടിക്കാൻ. വെളുത്തുള്ളിയുടെ ചുവ തന്നെയാണുള്ളത്. അപ്പം ഇത് ഇച്ചിരി കൂടെ ചൂടുണ്ട്. അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ തണുത്താലാണ് ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കുടിച്ച് കാണിച്ചാൽ എല്ലാവർക്കും, വലിയവർക്കും കൊച്ചു പിള്ളേർക്കും ഒന്നും കുടിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. വയർ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും, ലൂസ് മോഷനാണ് ഏറ്റവും ബെസ്റ്റ്, ഗ്യാസിൻ്റെ പ്രശ്നം എല്ലാത്തിനും അടിപൊളിയാണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാക്കി കഴിച്ചു നോക്കിയോ, സൂപ്പറാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.